ആർട്ട് ഓഫ് ഹാർമണി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റോഡിലൂടെ വിവിധതരം വാഹനങ്ങൾ, കാറുകൾ യാത്ര ചെയ്യാറുണ്ട്, നമ്മൾ കാണാറുണ്ട്. ഉയർന്ന വിലയുള്ള കാറായാലും സാധാരണക്കാരൻ്റെ വാഹനമായാലും ചില സ്ഥലങ്ങളിൽ, ചില സമയങ്ങളിൽ ഗതാഗതക്കുരുക്ക്, ട്രാഫിക് നമ്മളെല്ലാവരെയും കാത്തിരിക്കുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലെങ്കിലും നിർവാഹമില്ല, ആ ട്രാഫിക് കുരുക്കിൽ നമ്മളൊക്കെ പെട്ടുപോകാറുണ്ട്. ഇതുപോലെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത തിരിച്ചടികൾ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് നടക്കാതിരിക്കുന്ന അവസരങ്ങൾ ധാരാളമാണ്. അത് പരാജയത്തിന്റെ രൂപത്തിലാകാം, പ്രതിസന്ധികളാകാം, വെല്ലുവിളികളാകാം, തിരിച്ചടികളാകാം, തകർച്ചകളാകാം, അതുപോലെ രോഗങ്ങളാകാം, തെറ്റിദ്ധാരണകളാകാം, സാമ്പത്തിക പ്രതിസന്ധികളാകാം, അപ്രതീക്ഷിത മരണങ്ങളാകാം. ഇങ്ങനെ ധാരാളം വെല്ലുവിളികൾ, തിരിച്ചടികൾ, പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാവരിലും ഉണ്ട്. ഓരോരുത്തരുടെയും കഥ വ്യത്യസ്തമാണ്. ഭർത്താവിന്റെ സ്നേഹക്കുറവ് ലഭിക്കുന്ന ഭാര്യ, ഭാര്യയുടെ പരിഗണന ലഭിക്കാത്ത ഭർത്താവ്, മക്കളെ വേണ്ട രീതിയിൽ സ്നേഹിക്കാത്ത മാതാപിതാക്കള്, മാതാപിതാക്കളിലെ വേണ്ട ശ്രദ്ധ ലഭിക്കാത്ത, അവഗണന ലഭിക്കുന്ന മക്കള്, ജോലി മേഖലകളിൽ, കാർഷിക മേഖലകളിൽ, വ്യവസായ രംഗങ്ങളിൽ, ഇങ്ങനെ പല മേഖലകളിൽ നമ്മുടെ പരസ്പര ബന്ധങ്ങളിലൊക്കെ ധാരാളം പ്രതിസന്ധികൾ, ഞെരുക്കങ്ങൾ, പ്രയാസങ്ങൾ ഒക്കെ നേരിടുന്നവരാണ്. ഇവയെ എങ്ങനെ നേരിടാം എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. മനഃശാസ്ത്രത്തിൽ ഒരു വാക്കുണ്ട്, റെസീലിയൻസ്. റെസീലിയൻസ് നമ്മുടെ ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ആന്തരികമായ ശക്തിയാണ്, പ്രചോദനമാണ് റെസീലിയൻസ്. ജീവിതത്തിൽ ബൗൺസ് ബാക്ക്, വീഴ്ചകളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും വീണ്ടും ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക്, ജീവിതത്തിലേക്ക് അഭിമുഖീകരിക്കുവാനും ജീവിതത്തെ വിജയത്തിലേക്ക് എത്തിക്കുവാനുമുള്ള ആന്തരിക ശക്തി, റെസീലിയൻസ്. അത് നമുക്ക് ഓരോരുത്തർക്കും ആർജിച്ചെടുക്കേണ്ട ഒന്നാണ്. എന്നാൽ ഈ റെസീലിയൻസ് എങ്ങനെ നമുക്ക് ലഭിക്കും? ബൗൺസ് ബാക്ക്, ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ. പുരാണങ്ങളിലെ പക്ഷിയാണ് ഫീനിക്സ് പക്ഷി. അത് യഥാർത്ഥ പക്ഷിയല്ല. കത്തിച്ചാമ്പലായി കഴിഞ്ഞാലും ചാരത്തിൽ നിന്നും വീണ്ടും പറന്നുയരുന്നതാണ് ഫീനിക്സ് പക്ഷി. നമ്മുടെ ജീവിതത്തിന്റെ പരാജയങ്ങളിൽ നിന്ന്, അവഗണനകളിൽ നിന്ന്, തിരസ്കരങ്ങളിൽ നിന്ന്, കണ്ണീരുകളിൽ നിന്ന്, ഇങ്ങനെയുള്ള നൊമ്പരങ്ങളിൽ നിന്ന്, വെല്ലുവിളികളിൽ നിന്ന് എങ്ങനെ നമുക്ക് തിരിച്ച് ജീവിതത്തെ നേരിടുവാൻ, വിജയിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത വിജയം. ഇതിന് ഈ ദിവസങ്ങളിൽ നമ്മൾ കടന്നുപോകുന്ന, ആചരിക്കുന്ന വിശുദ്ധവാരം നമ്മെ ഓരോരുത്തരെയും സഹായിക്കും. റെസിലിയൻസ് നമുക്ക് ലഭിക്കണമെങ്കിൽ അതിന്റെ ആദ്യത്തെ പാഠം നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുക, വൈകാര്യമായ അവസ്ഥയെ സ്റ്റെബിലൈസ് ചെയ്യുക, സ്ഥിരതയുള്ളവരാക്കുക. അതിന് വേണ്ടുന്നത് അക്സെപ്റ്റൻസ് ആണ്, ജീവിത അവസ്ഥയെ അംഗീകരിക്കുക. ഇത് പറയാൻ എളുപ്പമാണ്, എനിക്കും നിങ്ങൾക്കും കേൾക്കുന്നവർക്കുമൊക്കെ അക്സെപ്റ്റൻസ് എന്നുള്ള വാക്ക് എളുപ്പമാണ് പറയാൻ. പക്ഷേ നമ്മളെ വെല്ലുവിളിക്കുന്ന ജീവിത സാഹചര്യങ്ങളെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും? എൻ്റെ കുടുംബത്തിന്റെ നീറുന്ന പ്രശ്നങ്ങൾ, തെറ്റിദ്ധാരണകൾ, തർക്കങ്ങൾ, വേദനകൾ, കടബാധ്യതകൾ, വെല്ലുവിളികൾ, രോഗങ്ങൾ, അപ്രതീക്ഷിത മരണങ്ങൾ, തുടർന്നുണ്ടായ ഞെരുക്കങ്ങൾ, ഇങ്ങനെയുള്ള അവസ്ഥയെ അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് എവിടെ നിന്ന് ആന്തരിക ശക്തി കിട്ടും? അതിന് ഒന്നാമതായിട്ട് നമ്മൾ ചെല്ലേണ്ടത് ഗെത്സമൻ തോട്ടത്തിലാണ്. ഗെത്സമൻ തോട്ടത്തിൽ രക്തം വിയർത്ത് പ്രാർത്ഥിച്ച കർത്താവ് മരണത്തോളം അസ്വസ്ഥനായി, ആത്മാവ് അസ്വസ്ഥനായി, വരാനിരിക്കുന്ന കുരിശുമരണത്തെ, പീഡാസഹനത്തെ എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് അവിടുന്ന് നെടുവീർപ്പോടെ പ്രാർത്ഥിച്ചു. അങ്ങനെ 1 മണിക്കൂർ പ്രാർത്ഥിച്ച് പിതാവായ ദൈവവുമായുള്ള ശക്തി സ്വീകരിച്ചുകൊണ്ട് അവിടുന്ന് താൻ ഏറ്റെടുക്കാൻ പോകുന്ന കുരിശുമരണത്തെ ധൈര്യത്തോടെ സ്വീകരിക്കുകയാണ്. നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അത് ഞാനാണ്. ഈശോ നമുക്ക് കാണിച്ചു തന്ന ഈ ജീവിത സാഹചര്യങ്ങളെ നേരിടാനുള്ള കൃപ ദൈവവുമായിട്ടുള്ള ഐക്യത്തിൽ, മനസ്സിന്റെ ശാന്തതയിൽ നമുക്ക് നേടിയെടുക്കാവുന്നതാണ്. രണ്ടാമതായിട്ട്, അവന്റെ മുറിവുകളിലാണ് നമുക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നത്, അവന്റെ ക്ഷതങ്ങളിലാണ് നമുക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നത്. ഈശോയുടെ മുറിവുകൾ, ഈശോയുടെ അപമാനങ്ങൾ, ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങൾ, വേദനകൾ, എന്റെയും നിങ്ങളുടെയും ഓരോരുത്തരുടെയും ജീവിതത്തിലെ ചെറുതും വലുതുമായ നൊമ്പരങ്ങൾ, വേദനകൾ, വഞ്ചന അനുഭവിക്കപ്പെട്ട, അനുഭവിക്കപ്പെട്ട, ചൂഷണത്തിന് വിധേയപ്പെട്ട, അപമാനിക്കപ്പെട്ട
നിന്ദിക്കപ്പെട്ട, വേദനിക്കപ്പെട്ട ഒത്തിരിയേറെ കഥകളുണ്ട്. ഈ കഥനകഥകളുടെ, ഈ കണ്ണീരുകളുടെ എല്ലാം ഒപ്പിയെടുത്ത് സൗഖ്യം തരുവാൻ ഈശോയുടെ മുറിവുകൾക്കേ സാധിക്കുകയുള്ളൂ. അവനെ നോക്കിയവർ പ്രകാശിതരായി. ഞാൻ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ, കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരും എന്നിലേക്ക് ആകർഷിക്കും എന്ന ഈശോയുടെ വാക്കുകൾ എന്റെ നിങ്ങളുടെ കഥയ്ക്ക് സൗഖ്യം തരുവാനാണ്, ജീവിതത്തിലേക്ക് ബൗൺസ് ബാക്ക് ചെയ്യുവാനുള്ള കൃപയാണ് കുരിശിലെ യേശുവിന്റെ മുറിവുകൾ, യേശുവിന്റെ ബലി നമുക്ക് തരുന്നത്. അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെയും വ്യത്യസ്തമായ കഥകളിൽ തന്റെ ജീവിതത്തെ ഈശോയുടെ പീഡാസഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട്, ഈശോയുടെ തിരുമുറിവുകളോട് ചേർത്ത് വെച്ചുകൊണ്ട്, ഈശോയ്ക്ക് ലഭിച്ച അപമാനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട്, ഈശോയ്ക്ക് ലഭിച്ച അനീതി, എന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന അനീതിയോട് ചേർത്ത് വെച്ചുകൊണ്ട്, ഈശോയ്ക്ക് ലഭിച്ച തിരസ്കരണത്തിന്റെ, അവഗണനയുടെ, തള്ളിക്കളയലിന്റെ ആ അനുഭവത്തിൽ എന്റെ കണ്ണീരും എന്റെ കഥയും ഞാൻ ചേർത്ത് വെക്കുമ്പോൾ ഞാൻ ജീവിതത്തിലേക്ക് ബൗൺസ് ബാക്ക് ചെയ്യുന്നു. ജീവിതത്തെ നേരിടാൻ കെൽപ്പുള്ള ആന്തരിക ശക്തി, ആത്മീയ ശക്തി എനിക്ക് ലഭിക്കുന്നു. അതാണ് നമുക്ക് വേണ്ടത്. അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കുറവുള്ളത്. അതുകൊണ്ടാണ് ധാരാളം മനുഷ്യർ ധാരാളം വേദനകൾക്ക്, വിഷാദങ്ങൾക്ക് അടിമപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ആത്മവിശ്വാസമുള്ളവരായി ജീവിതത്തെ നേരിടുവാൻ ഈശോയുടെ കുരിശ് നമ്മളെ ശക്തിപ്പെടുത്തുന്നു. ഈശോയുടെ പീഡാസഹനം നമ്മളെ ജീവിതത്തിൽ ബലപ്പെടുത്തുന്നു, നമ്മളെ എംപവർ ചെയ്യുന്നു. നമുക്ക് ജീവിതത്തെ നേരിടുവാനുള്ള, ഉത്തരവാദിത്തങ്ങളെ നേരിടുവാനുള്ള കരുത്ത് നമുക്ക് ലഭിക്കുന്നു. അത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ നേരിടുവാൻ, ആത്മീയത ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങളെ നേരിടുവാനുള്ള ബലം നമുക്ക് നൽകുന്നു. ഈശോയുടെ ഈ പീഡാസഹനം, തിരുമുറിവുകളും, കുരിശിലെ മരണവും, ഗെത്സമേൻ തോട്ടത്തിലെ പ്രാർത്ഥനയുമെല്ലാം നമ്മുടെ പ്രാർത്ഥനയുടെ ജീവിതത്തിന്റെ ശക്തിപ്പെടലായിട്ട് നമുക്ക് സ്വീകരിക്കാം. ഈ വിശുദ്ധകാലം, ഈ വിശുദ്ധവാരം നമുക്ക് ഓരോരുത്തർക്കും ദൈവകൃപ നിറഞ്ഞവരാകട്ടെ. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ദൈവശക്തിയിൽ റിസീലിയൻസ് കാണിക്കുന്നവരായി, ജീവിതത്തെ നേരിടാനുള്ള, പരാജയങ്ങളിൽ നിന്ന് ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുവാൻ, യേശുവിന്റെ കുരിശിനോട് ചേർന്ന് ഉയർത്തെഴുന്നേൽക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ദുഃഖവെള്ളി കൊണ്ട് തീരുന്നതല്ല, മറിച്ച് ഉദ്ധാനം വിജയിക്കുന്നവരാണ് നമ്മൾ. യേശുവിൽ നമ്മൾ വിജയിക്കുന്നവരാണ്. ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കും യേശുവിലൂടെ നമുക്ക് വിജയമുണ്ട്. യേശുവിന്റെ കുരിശ് നമുക്ക് ശക്തിയും സൗഖ്യവും തരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹസമ്പന്നനുമായ ഈശോയെ, അങ്ങയുടെ തിരുമുറിവുകൾ, അങ്ങയുടെ പീഡാസഹനങ്ങൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സൗഖ്യം നൽകട്ടെ. ജീവിതത്തെ നേരിടുവാനുള്ള കരുത്ത്, ത്രാണി ഞങ്ങൾക്ക് നൽകട്ടെ. ജീവിതത്തിന്റെ അനുദിന കുരിശുകളും ഏറ്റെടുത്തുകൊണ്ട് അങ്ങ് ഗെത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങയുടെ ഇഷ്ടം നിറവേറുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. സമാധാനം.